മാനസാന്തരത്തിനുള്ള അവസരം കൊടുക്കണമെന്നതായിരുന്നല്ലോ പ്രതിഭാഗം വാദിച്ചത്. അങ്ങനെ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് തോന്നുന്നില്ല എന്നല്ലേ കോടതി പറയുന്നത്? റിനു, തീർച്ചയായും അതായത് ഗ്രീഷ്മയും പ്രതിഭാഗവും മുന്നോട്ട് വെച്ച വാദങ്ങളെയെല്ലാം പൊളിച്ചെടുക്കുന്ന ഒരു ഇടപെടൽ തന്നെയാണ്, നിരീക്ഷണം തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇനിയും ഇങ്ങനെ ചെയ്യില്ലെന്ന് കോടതിക്ക് ഉറപ്പില്ല. അതായത് ഈ പ്രതി പുറത്തുപോയി കഴിഞ്ഞാൽ ഇനിയും കുറ്റങ്ങൾ ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനാണ് ഗ്രീഷ്മ ആത്മഹത്യ ശ്രമം നടത്തിയത്. ഞാൻ കഴിഞ്ഞ നിമിഷങ്ങളിൽ സൂചിപ്പിച്ച നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ ബാത്റൂമിൽ വെച്ച് കീടനാശിനി കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഈ ആത്മഹത്യക്ക് ശ്രമിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് ഗ്രീഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്, അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നതും എന്നുള്ളതാണ്. ഒക്ടോബർ 31-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണ് ആ ആത്മഹത്യാ ശ്രമം എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രണ്ട് നിരീക്ഷണങ്ങൾ. ഈ പ്രതിയെ വെറുതെ വിട്ടാൽ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ ഇനിയും ഇങ്ങനെ ചെയ്യില്ലെന്ന് ഒരു ഉറപ്പുമില്ല. അതായത് മറ്റ് കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് കോടതി. ഒപ്പം അന്വേഷണത്തെ വലിയ രീതിയിൽ വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ആത്മഹത്യ ചെയ്യാനാണ് നെറ്റിൽ സെർച്ച് ചെയ്ത് എന്ന വാദം നിലനിൽക്കില്ല എന്നുകൂടി. കാരണം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ശാസ്ത്രീയ തെളിവുകൾ എടുക്കുമ്പോൾ ഈ ഗ്രീഷ്മയുടെ ഫോണിൽ സെർച്ച് ചെയ്തിരുന്നു പാരക്വറ്റ് വിഷത്തെക്കുറിച്ച്. ആ പാരക്വറ്റ് എന്ന് പറയുന്ന കീടനാശിനിയാണ് ഈ കഷായത്തിൽ വിഷമായി കലർത്തി ഷാരൂണിന് നൽകിയിരുന്നു. അത് സെർച്ച് ചെയ്തത് തനിക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നുള്ളൊരു വാദമാണ് ഗ്രീഷ്മ കോടതിയിൽ. ആ വാദം നിലനിൽക്കില്ല എന്നുള്ളതാണ്. സ്ലോ പോയിസണിംഗ് ആയിരുന്നു എയിം എന്നുള്ളതാണ്. അതായത് ഈ പതുക്കെ ഷാരോണിനെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഗ്രീഷ്മയുടെ ചിന്ത. അതിനുവേണ്ടിയാണ് കൃത്യമായി തന്നെ ഒരു സെർച്ച് നടത്തി ഈ പാരക്കറ്റ് എന്ന് പറയുന്ന കളനാശിനി തിരഞ്ഞെടുത്തതും കഷായത്തിൽ കലർത്തി നൽകിയതും. അത് കൊല്ലുകയായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഗ്രീഷ്മ പ്ലാൻഡ് മർഡർ എന്നാണ് കോടതി പറയുന്നത്. സുജയ, പ്ലാൻ ചെയ്ത് ആസൂത്രണമായി കൊലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഗ്രീഷ്മ. ഈ കോടതിയുടെ ഓരോരോ നിരീക്ഷണങ്ങൾ വരുമ്പോൾ കൃത്യമായി നമുക്ക് വിലയിരുത്താനാകും കടുത്ത ശിക്ഷയായിരിക്കും ഗ്രീഷ്മയ്ക്ക് ഉണ്ടാവുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു ഇളവും നൽകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ മുന്നോട്ട് ഓരോ കമന്റുകളായി, നിർദ്ദേശങ്ങളായി അല്ലെങ്കിൽ നിരീക്ഷണങ്ങളായി പറഞ്ഞു വെക്കുന്നത്. പ്ലാൻഡ് മർഡർ എന്നാണ് ഏറ്റവും അവസാനമായി കോടതി പറയുന്നത്. ആസൂത്രിതമായി തന്നെയാണ് ഷാരോണിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ഗ്രീഷ്മ തയ്യാറായത്, ശ്രമിച്ചത് എന്നുള്ളതാണ്. ഈ ആസൂത്രണമായി തന്നെയാണ് എന്നുള്ളതിനടക്കം തെളിവുകൾ ഒന്നൊന്നായി നിരത്തിയിരുന്നു ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം. അത് ഒന്നൊന്നായി ശരിവെക്കുന്നത്. പ്രതിഭാഗം മുന്നോട്ട് വെച്ച ഒരു വാദങ്ങളും അംഗീകരിക്കാതെയാണ് ഇപ്പോൾ കോടതി മുന്നോട്ട് പോയിരിക്കുന്നത്. ഒരു വാദങ്ങളും പ്രതിഭാഗത്തിന്റെ അംഗീകരിക്കുന്നില്ല. പ്രായത്തിൽ ഇളവ് നൽകില്ല, ഒപ്പം ഒരു തരത്തിലുള്ള ഇളവും അല്ലെങ്കിൽ പ്രതി ഇനിയും പുറത്തേക്ക് ഇറങ്ങിയാൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പില്ല കോടതിക്ക്. ചെയ്യും എന്ന് തന്നെയാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. ഒപ്പം അന്വേഷണത്തെ ഉൾപ്പെടെ വഴിതിരിച്ചു വിടാൻ പലതരത്തിലുള്ള ആസൂത്രണമായ ഇടപെടൽ നടത്തി. ഇങ്ങനെ ചെയ്തയാൾക്ക് വധശിക്ഷ ഇങ്ങനെ ചെയ്തയാൾക്ക് വധശിക്ഷ നൽകരുതെന്ന് പ്രതിഭാഗത്തോട് ആവശ്യപ്പെടരുത് എന്നുകൂടി കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ആസൂത്രിതമായിട്ടുള്ള കൊല നടത്തിയതാണ്, വധശിക്ഷ നൽകരുത് എന്ന് പ്രതിഭാഗം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിനെതിരെ ഇപ്പോൾ കോടതി നിരീക്ഷണമായി പറയുന്നു, അങ്ങനെ പറയരുതൊരു കാരണവശാലും. കാരണം അത്രയും കൊടും ക്രൂരതയാണ് ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ഷാരോൺ മരിച്ചു, അങ്ങനെ ചെയ്തയാൾക്ക് വധശിക്ഷ നൽകരുതെന്നില്ല എന്ന് പ്രതിഭാഗത്തോട് പറയുകയാണ്. അപ്പോൾ ഗ്രീഷ്മയുടെ പ്രായം, ഗ്രീഷ്മയുടെ വിദ്യാഭ്യാസ മികവ്, അതൊന്നും കോടതിക്കൊരു വിഷയമല്ല. ഇവിടെ ചെയ്തിരിക്കുന്നത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. അത് ആസൂത്രിതമായി തന്നെയാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു എന്നതല്ലേ ഈ പരാമർശങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നത്? റിനു, തീർച്ചയായും സുജയ. കാരണം പ്ലാൻഡ് മർഡർ എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. നിരപരാധിയായിരുന്നു ഷാരോൺ. ആ ഷാരോണിനെയും ഒപ്പം ഷാരോണിന്റെ നിഷ്കളങ്കമായ പ്രണയത്തെയുമാണ് ഗ്രീഷ്മ ഇല്ലാണ്ടാക്കിയത് എന്ന് കോടതി കൃത്യമായി നിരീക്ഷിക്കുന്നു. അത്രയധികം. കാരണം ഈ കൃത്യമായി ഡോക്ടർമാരുടെ ഒരു സർട്ടിഫിക്കറ്റ് കോടതിയിൽ നൽകിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ എന്നാണ്. അതായത് നരകയാതന അനുഭവിച്ച് 11 ദിവസം ആന്തരിക അതാണ് കോടതിയുടെ വാചകം. ഇറ്റ്സ് എ ബ്രില്യന്റ് ആൻഡ് ബ്രൂട്ടൽ ക്രൈം. അതിക്രൂരമായാണ് ഈ കൊലപാതകം നടപ്പാക്കിയിരിക്കുന്നത്. അതിബുദ്ധിമതിയായ ഗ്രീഷ്മ ആസൂത്രിതമായി അതിക്രൂരമായി നടപ്പാക്കിയ കൊലപാതകം. കോടതിയുടെ ഈ വിഷയത്തിലെ ടേക്ക് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന വരികളിലേക്ക് എത്തുന്നു റിനോ.
തീർച്ചയായും കോടതിയുടെ നിർണായകമായിട്ടുള്ള ഓരോ കമന്റുകളും ഓരോ നിരീക്ഷണങ്ങളും കാണുമ്പോൾ അതിക്രൂരമായിട്ടുള്ള ഈ കൊലപാതകമായിരുന്നു എന്നതടക്കമുള്ള നിരീക്ഷണം കാണുമ്പോൾ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും ഗ്രീഷ്മയ്ക്ക് എന്നുള്ളത് ഷാരോൺ പ്രാന്തിന്റെ അവസ്ഥയിലേക്കായി മനുഷ്യനല്ലാതായി മാറുന്ന അവസ്ഥയായി എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. കാരണം അത്രയ്ക്ക് നരകയാതനയായിരുന്നു ആശുപത്രി കിടക്കയിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി ഡോക്ടർമാർ തന്നെ ആശുപത്രിയിൽ ശാസ്ത്രീയ തെളിവുകൾ അടക്കം നൽകി ഈ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നത്. ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് 11 ദിവസം ഈ ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങളെല്ലാം തന്നെ ഓരോന്നായി ദ്രവിച്ച് മരണത്തോട് മല്ലടിച്ച് പ്രാന്തിന്റെ അവസ്ഥയിലേക്ക് ഷാരോൺ മാറി എന്നുള്ളതാണ്, മനുഷ്യനല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ഡോക്ടർമാർ പോലും പറയുന്നത്. അത്രയ്ക്കും കൊടും ക്രൂരതയാണ്. ഇറ്റ്സ് എ ബ്രില്യന്റ് ക്രൈം എന്നുള്ളതാണ്, ബ്രൂട്ടൽ ക്രൈം എന്നുള്ളതാണ്. അതിക്രൂരമായിട്ടാണ് ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് എന്ന് തന്നെ കോടതി പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഒരു കാരണവശാലും കോടതി ഒരു ഇളവ് നൽകുമെന്നുള്ളതിൽ ഒരു പ്രതീക്ഷയും നമുക്കുമില്ല. സുജയ, കൃത്യമായിട്ടുള്ള പ്രാന്ത് എന്ന വാക്കാണ് ജഡ്ജ് ഉപയോഗിച്ചത്. അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രാന്ത് എന്നുള്ളൊരു വാക്ക് തന്നെ ജഡ്ജ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരമൊരു അവസ്ഥയിലേക്ക് പോയിരുന്നു ഷാരോൺ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെ കോടതിയുടെ ഓരോ നിരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു ഇളവും ഒരു ദയയും ഗ്രീഷ്മ അർഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് കടുത്ത ശിക്ഷ ഉണ്ടാകും, കടുത്ത ശിക്ഷയിലേക്ക് കടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിമിഷങ്ങൾക്കകം, മിനിറ്റുകൾക്കകം ഈ വിധി പ്രസ്താവം ഉണ്ടാകും.